ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ലാസ്റ്റ് ക്ലാസ്സിലൂടെ നമ്മൾ EHRM കുറിച്ച്, ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്താണ് ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ EHRMൻ്റെ ടൈപ്സ് ഓഫ് EHRM എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇവിടെ 3 ടൈപ്പിലാണ് EHRM പറയുന്നത്. ഓപ്പറേഷണൽ EHRM, റിലേഷണൽ EHRM, ട്രാൻസ്ഫോർമേഷണൽ EHRM എന്നിങ്ങനെ 3 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും വളരെ ഈസി ആയിട്ടുള്ള, അത് മൂന്ന് തലങ്ങളിലുള്ള EHRM ആണ്. ഒരു ഫേമിൻ്റെ അകത്ത് തന്നെ 3 ആക്ടിവിറ്റീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള EHRMകളാണ് ഈ 3 ടൈപ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് ഇവിടെ നമുക്ക് ഓപ്പറേഷണൽ EHRM. ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കാട്ടും അതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഓപ്പറേഷൻ. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രവൃത്തിയെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള EHRM. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ദ ഫസ്റ്റ് ഏരിയ ഓപ്പറേഷണൽ EHRM കൺസേൺ ദി ബേസിക് HR ആക്ടിവിറ്റീസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലുള്ള പ്രധാനമായിട്ടുള്ള HRMൻ്റെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യലാണ് എന്തിൻ്റെ ഡ്യൂട്ടി? ഓപ്പറേഷണൽ HRMൻ്റെ ഡ്യൂട്ടി. വൺ കുഡ് തിങ്ക് ഓഫ് സാലറി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ. ഇറ്റ് കൺസേൺഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ, പേറോൾ ആൻഡ് എംപ്ലോയി പേഴ്സണൽ ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഇവിടെ എന്താ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവിനായിട്ട് അഡ്മിനിസ്ട്രേഷനിൽ ബന്ധപ്പെട്ടുകൊണ്ടെന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് എന്ത്, അവിടുത്തെ എംപ്ലോയീസിൻ്റെ സാലറി, അതേപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ അവരുടെ പേറോള്, അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കീപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും ആ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാവുക അല്ലേ. അഡ്മിനിസ്ട്രേഷൻ്റെ ഡ്യൂട്ടി അതാണല്ലോ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണ് ശരിക്കും അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഓപ്പറേഷണൽ EHRMൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരെന്താണ്, ഒരു EHRMൻ്റെ ഒരു ടൈപ്പാണ് ഇത് ഈ ഓപ്പറേഷണൽ EHRM എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഈസി ആയിട്ടുള്ള വാക്കാണ്. സെക്കൻഡ് വൺ റിലേഷണൽ EHRM. റിലേഷണൽ EHRM എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങളിലൊന്നുമല്ല ഇത് ബന്ധപ്പെടുന്നത്. ഇതെന്താ ചെയ്യുന്നത്, HR ടൂൾ ദാറ്റ് സപ്പോർട്ട് ബേസിക് ബിസിനസ് പ്രോസസ് സച്ച് ആസ് റിക്രൂട്ടിംഗ് ആൻഡ് ദി സെലക്ഷൻ ഓഫ് ന്യൂ പേഴ്സണൽ, ട്രെയിനിങ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്രൈസൽ ആൻഡ് റിവാർഡ്സ്. ഇവിടെ റിലേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈസ് സെക്കൻഡ് ഏരിയ. റിലേഷണൽ EHRM കൺസേൺ മോർ അഡ്വാൻസ്ഡ് HRM ആക്ടിവിറ്റി. HRMൻ്റെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൈകാര്യം ചെയ്യുന്ന സംഗതിയാണ് ശരിക്കും ഇവിടെ റിലേഷണൽ HRM. ഇവിടെ ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് ഇതെന്താണ് ഒരു ബേസിക് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ട് റിക്രൂട്ടിങ് ഉണ്ട്. ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫേമിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിക്രൂട്ടിങ് ആൻഡ് ദി സെലക്ഷൻ ഓഫ് ന്യൂ പേഴ്സണൽ, പുതിയ ആളുകൾ എന്ത് ചെയ്യുക, നമ്മളെ ഫേമിലേക്ക് റിക്രൂട്ട് ചെയ്യുക, അതേപോലെ സെലക്ഷൻ നടത്തുക. ട്രെയിനിങ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് അപ്രൂവൽ ആൻഡ് റിവാർഡ്സ്, അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ശരിക്കും ആ ഫംഗ്ഷനാണ് ശരിക്കും ഈ റിലേഷണൽ HRMൽ ചെയ്യുന്നത്. For relational EHRM, there is the choice between supporting recruitment and selection through the web-based application or using a paper-based approach. ഇവിടെ എന്താണ് ഈ EHRM എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളെന്താണ് ഇലക്ട്രോണിക്സ് ആണല്ലേ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ആളുകളെ സെലക്ട് ചെയ്യുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യുക, വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ എന്ത് ചെയ്യുക, ആളുകളെ സെലക്ഷനും റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പേപ്പർ ബേസ്ഡ് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക, ആളുകളെ പേപ്പർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ത്രൂ അഡ്വർടൈസ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ലെറ്റേഴ്സ്, നമുക്ക് മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും ലെറ്ററായിട്ടുള്ള രീതിയിലൊക്കെ ആളുകൾ എന്ത് ചെയ്യുക, സെലക്ഷനും അതുപോലെ തന്നെ അവർക്ക് റിക്രൂട്ട്മെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു റിലേഷണൽ EHRMൽ അടങ്ങിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതാണ് ഇപ്പോൾ 2 പറഞ്ഞു, നമ്മൾ ഓപ്പറേഷണലും പറഞ്ഞു, റിലേഷണലും പറഞ്ഞു. ലാസ്റ്റ് വൺ ട്രാൻസ്ഫോർമേഷണൽ EHRM എന്ന് പറയുമ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള എന്താ വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. നമുക്ക് മാറ്റങ്ങളൊക്കെ ഈ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ നോളജ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈല്, നമ്മുടെ ഐഡിയകളിലൊക്കെ എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം. ഇവിടെ നോക്കാം, ട്രാൻസ്ഫോർമേഷണൽ EHRM ഈസ് കൺസേൺഡ് വിത്ത് സ്ട്രാറ്റജിക് HR ആക്ടിവിറ്റീസ് സച്ച് ആസ് നോളജ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് ഓറിയൻറ്റേഷൻ.
ഇവിടെ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് നമ്മളെ സ്ട്രാറ്റജികളിലൊക്കെ എന്ത് ചെയ്യുക, HR സ്ട്രാറ്റജികളിലും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള HR ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്തുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ആക്ടിവിറ്റീസ് റിഗാർഡിംഗ് ഓർഗനൈസേഷണൽ ചേഞ്ച് പ്രോസസ്, സ്ട്രാറ്റജിക് കോമ്പിറ്റൻസ് മാനേജ്മെൻറ്റ്. In terms of transformational EHRM, it is possible to create a change-ready workforce through an integrated set of web-based tools that enables the workforce to develop in line with the company's strategic choice. എന്താ വെച്ചാൽ നിലവിലുള്ള നമ്മുടെ വർക്ക് ഫോഴ്സിൻ്റെ എന്താണ് അവരുടെ ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ വർക്ക് ഫോഴ്സിൻ്റെ ആ ഒരു എന്താണ് അവരുടെ ആ ഫംഗ്ഷനിൽ എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിക്ക് എങ്ങനെയാണോ അതിൻ്റെ വർക്ക് ഫോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ അതിലെന്ത് ചെയ്യുക, അതിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും ഇവിടെ ട്രാൻസ്ഫോർമേഷണൽ EHRM കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്തുള്ളത് നമ്മുടെ ടൈപ്സ് ഓഫ് EHRM നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും 3 EHRM ടൈപ്സാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഓപ്പറേഷണൽ EHRM, ദെൻ സെക്കൻഡ് വൺ റിലേഷണൽ EHRM ആൻഡ് തേർഡ് വൺ ട്രാൻസ്ഫോർമേഷണൽ EHRM. ഓക്കെ, അപ്പോൾ ഇത്രയും അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ EHRMൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് വീണ്ടും പറയാനുള്ളതാണ് എന്ത് EHRM ആക്ടിവിറ്റീസ്. എന്തെല്ലാം ആക്ടിവിറ്റീസാണ് EHRMൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്, ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തെല്ലാം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം HRMൻ്റെ ആക്ടിവിറ്റീസ് നമുക്കറിയാം. HRM എന്നുള്ള ആ ഒരു സംഭവം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടൂലേ. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, അവരെ സെലക്ട് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് അവരെ പെർഫോമൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ റിവാർഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോർമലി HRM നമുക്ക് ചെയ്യുന്നുണ്ട്. അതേ സംഗതി നമ്മൾ ഇലക്ട്രോണിക് HRMൽ എത്തുമ്പോഴും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യും. അഥവാ EHRMൻ്റെ ആക്ടിവിറ്റീസ് എന്തെല്ലാം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഈ പറഞ്ഞ HRMൻ്റെ ആക്ടിവിറ്റീസിലേക്കെല്ലാം എല്ലാം ഇലക്ട്രോണിക്സും കൂടെ നമുക്ക് കടന്നു വരും. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാമാണ് EHRM ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള ഇവിടെ എന്താ വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നമുക്കറിയാലോ. എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസ് കയറി വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ് ത്രൂ ഓൺലൈൻ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ റിക്രൂട്ടിംഗ്. നമ്മളെ ഓൺലൈൻ വഴി എന്ത് ചെയ്യുക, റിക്രൂട്ടിംഗ് നടത്തുന്ന സംഗതിയാണ് ഇവിടെ ഈ റിക്രൂട്ടിംഗ് എന്നുള്ളതിനെ കൊണ്ട് പറയുന്നത്. ഇറ്റ് ഈസ് ബീങ് വൈഡ്ലി യൂസ്ഡ് ബൈ ദി കമ്പനീസ് ദീസ് ഡേയ്സ്. ത്രൂ റിക്രൂട്ടിംഗ് കമ്പനീസ് യൂഷ്വലി ഹയർ ദി കാൻഡിഡേറ്റ്സ് യൂസിങ് ദി ഇൻ്റർനെറ്റ് ആസ് എ മീഡിയം. ഇൻ്റർനെറ്റ് ഒരു മീഡിയം ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനികൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അവരുടെ കമ്പനിയിലേക്ക് ജോലിയിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂക്കും മറ്റുമായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഗതിയാണ് ശരിക്കും ഇവിടെ ഈ റിക്രൂട്ട്മെൻറ്റിനെ കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഈ റിക്രൂട്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ വേൾഡ് വൈഡിൽ ഇത് പോസിബിൾ ആവും അല്ലേ. ഒരു കമ്പനി ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിക്രൂട്ട്മെൻറ്റ് നമുക്കിവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഓൺലൈൻ വഴി നമുക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആപ്ലിക്കേഷൻ നമ്മളെ ആപ്ലിക്കേഷൻ നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇല്ലേ. അപ്പം അതെന്താണ് ആ ഒരു സംഭവം അത്രയും ഒരു വേൾഡ് വൈഡിൽ നമുക്കത് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫോമിൽ ഈ റിക്രൂട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് EHRM അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് ഒരു എഫക്റ്റീവ്നെസ് ഒന്നുകൂടെ അവൈലബിൾ ആവും. ഓക്കെ, മനസ്സിലായില്ല കാര്യം. അപ്പോൾ എന്താണ് ഈ റിക്രൂട്ടിങ് ഒന്നുകൂടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ഫേമിന് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും നമുക്ക് വരും. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് വേൾഡ് തലങ്ങളിൽ നമുക്ക് ഗ്ലോബൽ ബേസ്ഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഫേമിലേക്ക് നമുക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഒന്നാമത് ആക്ടിവിറ്റി റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ സഹായത്തോടു കൂടി സെലക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, ദി HR ഡിപ്പാർട്ട്മെൻറ്റ് യൂസിങ് ദി ഓൺലൈൻ സെലക്ഷൻ പ്രോസസ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദി ഈച്ച് സ്റ്റെപ്പ് കംപ്ലൈസ് വിത്ത് ദി പ്രൊസീജിയറൽ റിക്രൂട്ട്മെൻറ്റ് വൈസ് പ്രോജക്റ്റ്
സ്റ്റെപ്പ് വെണ്ടർ ദി സെലക്ഷൻ അസസ്മെൻറ്റ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അവരെ എന്ത് ചെയ്ത് അവരുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് അവരെ അതിൽ നിന്നും സോർട്ട് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. അതെന്താണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സംഗതിയാണ് ഇവിടെ എന്ത് ഈ ഒരു സെലക്ഷൻ എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് EHRM നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇതിൽ എന്താണ് കാണിക്കുന്നത് പ്രധാനമായിട്ടും എന്താ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ റിക്രൂട്ട് ചെയ്ത ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്നും നമുക്ക് എന്ത് വേണം, അത്യാവശ്യത്തിന് ഏറ്റവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, അവരെന്തെങ്കിലും നമുക്ക് സോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യണം. ആ സോർട്ടിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഓൺലൈൻ ബേസ്ഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈ സെലക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സാധ്യമാകും. ഓക്കെ, ദെൻ സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് വൺ പെർഫോമൻസ് മാനേജ്മെൻറ്റ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വെബ് ബേസ്ഡ് ടൂൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡിസൈൻ ചെയ്യും. ഇവിടെ നോക്കാം, പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ടൂൾ ഹാസ് ബീൻ ഡിസൈൻഡ് ടു മേക്ക് ദി പെർഫോമൻസ് റിവ്യൂസ് ഈസിയർ ദാൻ എവർ. മറ്റുള്ള നമ്മുടെ നോർമൽ രീതിയിൽ നമ്മൾ പെർഫോമൻസ് നോക്കുന്നതിലപ്പുറത്തായിട്ട് വെബ് അല്ലെങ്കിൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ആളുകളുടെ പെർഫോമൻസിൻ്റെ റിവ്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ എന്താണ്, മെനി കമ്പനീസ് മേക്സ് യൂസ് ഓഫ് വെബ് ബേസ്ഡ് ടെക്നോളജി ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകളുടെ അവിടുത്തെ വ്യക്തികളുടെ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിനെന്താണ്, അവർ കമ്പ്യൂട്ടർ മോണിറ്ററിങ് ടൂൾസ് അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ടൂൾസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദിസ് ക്യാൻ ബി ഡൺ എയ്തർ യൂസിങ് ദി കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് ടൂൾ വെയർ ഇൻ ദി കംപ്ലീറ്റ് working of an individual can be recorded or through writing the review and generating the feedback on the employee's performance using the web portal. അവിടെ എന്താ വെച്ചാൽ ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ശരിക്കും പ്രധാനമായിട്ടും ഈ വെബ് ബേസ്ഡ് ടൂൾ യൂസ് ചെയ്യുന്നതോടുകൂടി എന്താണ് ആ ഒരു ഫേമിലുള്ള കറക്റ്റായിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് കറക്റ്റായിട്ട് അവിടെ റെക്കോർഡിംഗ് ഒന്ന് നടക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ വെബ് പോർട്ടൽ വഴി അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അതിൽ പോർട്ടലിൽ നമുക്ക് അവിടെ റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് അതിന് റിവ്യൂ രേഖപ്പെടുത്താനോ ഒക്കെ സാധ്യമാകും എന്നുള്ളതാണ് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നുള്ള ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അവിടെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ആളുകളുടെ പെർഫോമൻസിനും കാര്യങ്ങളെയും എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിന് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ള സംഭവമാണ് ഇവിടെ ഈ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ പറയാനുള്ളത്. ദെൻ ഫോർത്ത് വൺ ലേണിംഗ് എന്നുള്ളത് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാവും. നിങ്ങൾ മുന്നേ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ ലേണിംഗ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ടാവില്ലേ. അവിടെ എന്താണ് ലേണിംഗ് എന്നുള്ള സംഭവം. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു ഫോമിനെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ HRM എന്നുള്ള ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ അവിടുത്തെ എംപ്ലോയീസിന്, ഹ്യൂമൻ റിസോഴ്സിന്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ കൊടുക്കുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ഡിവൈസസ് ത്രൂ ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ ലേണിംഗ് എങ്ങനെ പോസിബിൾ ആവും, ഇലക്ട്രോണിക് ഡിവൈസസ് ത്രൂ പോസിബിൾ ആവും. അപ്പം നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് വഴി നമ്മൾ ലേണിംഗ് നടത്തുന്നതിനാണ് ഇവിടെ ശരിക്കും ലേണിംഗ് എന്നുള്ളതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഇറ്റ് മീൻസ് യൂസിങ് ദി ഇൻ്റർനെറ്റ് ഓർ ഓർഗനൈസേഷൻസ് ഇൻട്രാനെറ്റ് ടു ഫെസിലിറ്റേറ്റ് ദി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ദി വർക്ക് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ ജോലിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും ട്രെയിനിങ്ങും എല്ലാം എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് കൊടുക്കുന്ന സംഗതിയാണ് ശരിക്കും ലേണിംഗ് എന്നുള്ളതിനെ കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഗെറ്റിംഗ് ദി ഓൺലൈൻ മൊഡ്യൂൾസ് ഓഫ് ട്രെയിനിങ് എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി കവേർഡ് ഇർറെസ്പെക്റ്റീവ് ഓർ ദെയർ ലൊക്കേഷൻസ്. അവർക്ക് ഏത് ലെവലിലും എന്ത് ചെയ്യുക, എത്രയും ആ ഒരു ഫോമിനകത്തുള്ള ഏത് എംപ്ലോയീസിനും ആണെങ്കിലും നമുക്ക് ട്രെയിനിങ്ങും ഇതും എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി കൊടുക്കാൻ പറ്റും. ഒരേ സമയം എല്ലാവർക്കും ആ ഒരു സംഗതിയെ നേടിയെടുക്കാനും അവിടുന്ന് നോളജ് അക്വയർ ചെയ്യാനും സാധ്യമാകും എന്തിൽ ലേണിംഗ് എന്നുള്ളതിനെ കൊണ്ട് ലേണിംഗ് എന്നുള്ള ആ ഒരു ഫംഗ്ഷനിലൂടെ. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാം, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഈ ഒരു ക്ലാസ് വരെ നിങ്ങൾക്ക് എന്താണ് ലേണിങ്ങിൻ്റെ ഒരു മുഖമാണ് അല്ലേ.
നിങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ ലോകത്ത് ഏത് രീതിയിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ ലേണിംഗ് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? നമ്മുടെ ഓൺലൈൻ ഇൻ്റർനെറ്റ് സഹായം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചെടുക്കുന്ന സംഗതിയാണ് ശരിക്കും ഇവിടെ ഈ ലേണിംഗ് എന്നുള്ളതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഫേമിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, അപ്പോൾ എൻ്റെ ഒരു കമ്പനിയാണ്, ആ കമ്പനിയിലെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എനിക്ക് കൊടുക്കണം. കമ്പനിക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കോമൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, ഒരു യൂട്യൂബ് എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൽ ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കൺട്രിയിലുള്ള എൻ്റെ ബ്രാഞ്ചിലുള്ള എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയം ഈ ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാമുകൾ അവർക്ക് കണ്ടുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് അത് അവരുടെ ആ ഒരു അവരുടെ ജോബ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഗതിയിൽ അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താണ്, അവിടെ നിന്ന് അവർക്ക് നോളജ് അക്വയർ ചെയ്യാം. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നും അവർക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സംഭവമാണ് ശരിക്കും ഇവിടെ ഈ ലേണിംഗ് എന്നുള്ളതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ ഫേമിൽ ഇത് അപ്ലോഡ് നമ്മളെ ഫേമിൽ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ഫേമിൽ ഈ ഒരു ഈ ലേണിങ്ങിൻ്റെ സാധ്യത എന്തെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് വൺ ഈ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, കോമ്പൻസേഷൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ടൂളുകൾ അല്ലെങ്കിൽ ഇവിടെ കോമ്പൻസേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ HR മാനേജേഴ്സിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുക. ഇവിടെ പറയുന്നത് വെച്ചാൽ ആൻ ഓർഗനൈസേഷൻ യൂസിങ് ദി കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഓൺലൈൻ എനേബിൾസ് ഇറ്റ് ടു ഗെദർ സ്റ്റോർ അനലൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദി കോമ്പൻസേഷൻ ഡാറ്റ ഓർ ഇൻഫർമേഷൻ ടു എനി വൺ അറ്റ് എനി ടൈം. ഇവിടെ എന്താണ്, ആളുകൾക്ക് ഇപ്പോൾ ഒരു ഫേമിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവർക്ക് അവരുടെ ആ ഒരു സാലറി ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു കോമ്പൻസേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആളുകളുടെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ത്രൂ നമ്മൾ റെക്കോർഡഡ് ആണല്ലേ. അപ്പോൾ ഈ HR മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റിയ കാര്യങ്ങൾ ഡാറ്റാസൊക്കെ വളരെ ഈസി ആയിട്ട് അത് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ച് കൊണ്ടുള്ള ആളുകൾക്കുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും കൊടുക്കുവാനും സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഈ കോമ്പൻസേഷൻ ടൂൾ ക്യാൻ പ്രൊവൈഡ് HR മാനേജേഴ്സ് വിത്ത് ദി എബിലിറ്റി ഓഫ് എഫക്റ്റീവ്ലി അഡാപ്റ്റ് കോമ്പൻസേഷൻ സിസ്റ്റം ടു മീറ്റ് ദി കറണ്ട് ചാലഞ്ചസ്, മാനേജ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ aspects of equity in pay plan design and the align the compensation system with the strategic management of the organization. ഇപ്പോൾ ആ ഓർഗനൈസേഷനിൽ നേരിട്ടിട്ടുണ്ടിരിക്കുന്ന കറണ്ട് ചലഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ചലഞ്ചസിനെ എല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ സിസ്റ്റം HR മാനേജേഴ്സിന് നമ്മുടെ ഫേമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഏതിന് സാധ്യമാകും, ഈ കോമ്പൻസേഷന് സാധ്യമാകും. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു HRM ആക്ടിവിറ്റീസിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ 5 HRM ആക്ടിവിറ്റീസ് ഇവിടെ പറഞ്ഞു. ഒന്നാമതായിട്ടുള്ളത് റിക്രൂട്ട്മെൻറ്റ്, ദെൻ സെലക്ഷൻ, ദെൻ പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ദെൻ ലേണിംഗ്, അറ്റ് ലാസ്റ്റ് കോമ്പൻസേഷൻ. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു HRM എന്നുള്ള ഭാഗം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് HRM ആണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാനുള്ളത്. ആ ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ ഭാഗമുള്ള അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ കുറച്ച് പോയിന്റുകളുള്ളൂ, നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അഡ്വാൻറ്റേജസ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ക്വാളിറ്റി സർവീസസ് അല്ലേ. നമ്മുടെ HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മുടെ ഫേമിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു HRMൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, സർവീസസിൻ്റെ ക്വാളിറ്റി ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. ശരിക്കും ഉണ്ട്. കാരണം വെച്ചാൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമ്മുടെ ഫേമിന് ഉണ്ടാവുകയും ചെയ്യും. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ എഫിഷ്യൻറ്റ് സർവീസസ് അറ്റ് ആൻ ഇൻക്രെഡിബിൾ സ്പീഡ്. നമുക്ക് ഇതിൻ്റെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു പോകും. കാരണം വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും, നല്ല ലാഗിങ് വരും അല്ലേ. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോട് കൂടി എന്ന് പറയുമ്പോൾ എല്ലാം സ്പീഡാവും. അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അപ്ലോഡിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആവും. അപ്പോൾ ഇവിടെ ആ ഒരു സർവീസസിൽ നമുക്ക് ഒന്നുകൂടെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് എന്നുള്ള സംഗതികൾ നമ്മുടെ ഈ ഒരു HRM എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ HRM എന്നുള്ള സംഗതി നമ്മുടെ ഫേമിൽ ചെയ്യുന്നതോടുകൂടി നമുക്ക് ലഭ്യമാവും. ദെൻ അടുത്ത് നോക്കാം, ഇറ്റ് ഹെൽപ്സ് ദി റിഡക്ഷൻ ഓഫ് കോസ്റ്റ്ലി ടൈം ആൻഡ് ലേബർ. ഇവിടെ മറ്റൊന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു HRM അല്ലെങ്കിൽ HRM ആക്ടിവിറ്റിയിൽ നമ്മൾ 4 സ്റ്റാഫിനെ വെക്കുന്ന സമയത്ത് നമ്മുടെ HRM ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 2 സ്റ്റാഫായിട്ട് ചുരുങ്ങും. കാരണം എന്താ വെച്ചാൽ വർക്ക് ലോഡ്
സെയിം വർക്ക് ലോഡ് ഉണ്ടാവും, പക്ഷേ രണ്ടാളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും നമ്മൾ എന്ത് ചെയ്യുന്നത് EHRM നമ്മുടെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവുന്നത്. അപ്പോൾ എന്താണ് നമുക്കവിടെ എന്താണ് ലേബറിനെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ തന്നെ നമുക്ക് ടൈം നമുക്ക് ലാഭിക്കാനും പറ്റും. കാരണം ചില ആ 4 ആളുകൾ ചെയ്യുന്ന പ്രോസസ്സ് ചിലപ്പോൾ 2 ആളുകൾ അതിലും നേരത്തെ ചിലപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടും അവരെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇവിടെ അടുത്ത നെക്സ്റ്റ് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ് റൊട്ടീൻ ടാസ്ക് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് മെയിൻറ്റെയിനിങ് ദി പോർട്ട്ഫോളിയോ കളക്ടിങ് ആൻഡ് സോർട്ടിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ റിഗാർഡിങ് ദി ഹ്യൂമൻ റിസോഴ്സ്. ഇവിടെ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയർമാൻ്റെ സെയിം ആക്ടിവിറ്റി തന്നെയാണ് ഈ ഒരു സംഗതിയും. ഇവിടെ എന്താണ് ആളുകളുടെ കറക്റ്റായിട്ടുള്ള ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദി പോർട്ട്ഫോളിയോ, ദെൻ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ റിഗാർഡിങ് ദി ഹ്യൂമൻ റിസോഴ്സ്. അവിടുത്തെ ആ ഒരു ആളുകളുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടും കളക്ട് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു EHRM എന്നുള്ള സംഗതി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതൊരു പ്രധാന അഡ്വാൻറ്റേജസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് അക്യുറസി ആൻഡ് റെഡ്യൂസിങ് ഹ്യൂമൻ ബയസ്. മറ്റുള്ള രീതിയിലുള്ള തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള തെറ്റുകളെല്ലാം കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആക്യുറസി വളരെ കൃത്യത ഇതിന് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആക്ടിവിറ്റിക്ക് ആക്യുറസി വർദ്ധിപ്പിക്കുന്നുണ്ട് EHRM. ദെൻ മേക്കിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ ക്യാൻ ബി ഡൺ ക്വിക്ക്ലി. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റകൾ റിപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ അനാലിസിസും എല്ലാം നടത്തുന്നുണ്ട് EHRM. ദെൻ നെക്സ്റ്റ് ഹാൻഡിങ് ബണ്ടിൽസ് ഓഫ് എംപ്ലോയീസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഫെയർലി ആൻഡ് ക്വിക്ക്ലി. ഇപ്പം ഇതൊക്കെ റിപ്പീറ്റഡ് പോയിൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്താ വെച്ചാൽ ഒരുപാട് ആളുകളുടെ ഡാറ്റാസ്, ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഫേം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകൾ, പല രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളൊക്കെ കിടക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെയൊക്കെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒക്കെ ഡാറ്റാസൊക്കെ എന്ത് ചെയ്യുക, ഒരേ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഹാൻഡിലിംഗ് ബണ്ടിൽസ് ഓഫ് എംപ്ലോയി ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ ലൊക്കേഷൻ, പല രീതിയിലുള്ള അല്ലെ പല സ്ഥലത്തുള്ള ആളുകളുടെ പല ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും വളരെ സുഖകരമായിട്ട് എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ ക്വിക്ക്ലി, അതും വളരെ സ്പീഡിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സംഗതി അതിനും ഇത് സാധ്യമാകുന്നുണ്ട്, EHRM സാധ്യമാകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പ്ലേയിങ് ഡിസിസീവ് റോൾസ് ടുവാർഡ്സ് ദി പേപ്പർലെസ് ഓഫീസസ്. ഇവിടെ എന്താ വെച്ചാൽ നമുക്കൊരു ഓഫീസിലെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഈ ഒരു പേപ്പർലെസ് വർക്കാണ് ശരിക്കും EHRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ടെക്നോളജി ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പേപ്പറിൻ്റെ ഒരു ഉപയോഗം അവിടെ ഇല്ല. പേപ്പർലെസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മറ്റൊന്നായിട്ട് പറയുന്നത്. ദെൻ പെർഫോമിങ് ക്രൂഷ്യൽ ഫങ്ഷൻസ് ഓഫ് HRM സച്ച് ആസ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബൈ യൂസിങ് വെബ് ബേസ്ഡ് ടെക്നോളജി. ശരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് അല്ലേ. അതെന്താ വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലി റിസ്ക്കാണ്, നമുക്ക് ഒരുപാട് ടൈം എടുക്കും അത് ചെയ്യാനും. ആ ഓരോ പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ട് അടുത്ത പ്രോസസ്സിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ അത്രയും റിസ്കി പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ വെബ് ബേസ്ഡ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ EHRM നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്താവും, ഈ ഒരു പ്രോസസ്സുകളെല്ലാം വളരെ ഈസിയാവും. റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഓൺലൈൻ വഴി നടത്താൻ പറ്റും, സെലക്ഷൻ നമുക്ക് ഓൺലൈൻ വഴി നടത്താൻ പറ്റും, അവർക്കുള്ള ട്രെയിനിങ്ങും നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ സ്പീഡപ്പ് ആവുകയും ചെയ്യും. പെട്ടെന്ന് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ പ്രോസസ്സും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ മറ്റുള്ളത് പേപ്പർ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു 3 ഡിസഡ്വാൻറ്റേജസ് കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡിസഡ്വാൻറ്റേജസ് ഓഫ് EHRM. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ചില സമയത്ത് ചില സമയത്ത് നിന്നല്ല EHRM എന്ന് പറഞ്ഞ പ്രോസസ്സ് അല്ലെങ്കിൽ EHRM എന്ന് പറഞ്ഞ സംഗതി നമ്മളെ ഫേമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കോസ്റ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം വെച്ചാൽ സോഫ്റ്റ്വെയറുകളൊക്കെ നല്ല ഹൈലി റേറ്റഡ് ആണ് അല്ലേ. ഇവിടെ നോക്കുക, ഇറ്റ് ഇൻവോൾവ്സ് എ ഹൈ കോസ്റ്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് EHRM എന്നുള്ള പ്രോസസ്സ് നമ്മളെ ഫേമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ല രീതിയിലുള്ള കോസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഹൈലി കോസ്റ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ദി കോൺഫിഡൻഷ്യലി ടു ദി ഇൻപുട്ട് ദി ഡാറ്റ. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻപുട്ട് ഡാറ്റ ഇത് അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ ഡാറ്റകളെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ്. വളരെ
വളരെ കറക്റ്റായിട്ടുണ്ട് കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് ശരിക്കും EHRMലുള്ള ഡാറ്റകൾ. അപ്പോൾ എന്താണ് അത് കൊണ്ടുപോകാൻ അങ്ങനെ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ ആൻഡ് ദെയർ അസോസിയേറ്റഡ് പ്രോഗ്രാം ആർ only as effective as their human users. Data entry errors can and do occur in HR management system. Such errors can have grave consequence. ഇവിടെ എന്താ വെച്ചാൽ HR മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ സംഗതി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ ഡാറ്റാസും അതുപോലെ തന്നെ അവിടുത്തെ എന്താണ് മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിലപ്പെട്ട സംഭവമാണ്. അപ്പോൾ എന്താണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ആ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു മറ്റുള്ള രീതിയിലുള്ള കോൺസിക്വൻസിനെ ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നമ്മൾ വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും നമ്മുടെ ഭാവിയിൽ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഓൺലൈൻ ബേസ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറസിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ നമ്മുടെ ഡാറ്റയെ ഹാക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് ഡാറ്റ നഷ്ടപ്പെടാനൊക്കെ ചാൻസും വളരെ കൂടുതലാണ് ഈ EHRMൽ എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം EHRM എന്നുള്ള ഭാഗവും ഇവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒന്നാമത്തെ അധ്യായവും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടൈപ്സ് ഓഫ് EHRM ആയിരുന്നു. നമ്മൾ 3 ടൈപ്സ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ HRMൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. EHRMൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മൾ 5 ആക്ടിവിറ്റീസും നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളോട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന സംഭവമാണ്. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എഴുതാൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഭാഗം ശരിക്കും ഒന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തോടു കൂടി ഈ ഒരു ക്ലാസ്സോട് കൂടി എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ള ഭാഗമാണ്. ആ ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു.